മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ അഥവാ ലിവർ. വലതുവശത്ത് വയറിനു മുകളിൽ ഡയഫ്രത്തിനു താഴെ വാരിയലുകൾക്കടിയിലാണ് കരളിന്റെ സ്ഥാനം. ശരീരത്തിലെ ദഹനപ്രക്രിയക്ക് ആവശ്യമായ പിത്തരസം നിർമ്മിക്കുന്നത് കരളാണ്. കരളിനെ ബാധിക്കുന്ന പ്രധാനവും മാരകവുമായ ചില രോഗങ്ങൾ മഞ്ഞപ്പിത്തം, കരൾ വീക്കം, സിറോസിസ്, കരളിലുള്ള ക്യാൻസർ എന്നിവയാണ്. ഫാറ്റി ലിവർ എന്ന രോഗം കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. കരളിൽ അധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇത് പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് ഗുരുതരമായ കരൾ തകരാറിലേക്ക് നയിച്ചേക്കാം. എന്താണ് ഫാറ്റി ലിവർ? കരളിലെ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കൊഴുപ്പ് കരളിന്റെ ഭാരത്തിന്റെ 5 മുതൽ 10% കവിയുമ്പോൾ അത് അസാധാരണമായി കണക്കാക്കുകയും ഫാറ്റി ലിവർ രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. കാലക്രമേണ ഫാറ്റി ലിവർ സിറോസിസിലേക്ക് നയിച്ചേക്കാം. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഫുഡ് കഴിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ശരീരം കലോറിയിൽ ചിലത് കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സംഭരിക്കപ്പെടുന്നു. ഫാറ്റി ലിവർ രോഗത്തിന് 2 പ്രധാന തരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് അഥവാ MAFLD. നെക്സ്റ്റ് വൺ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ രോഗം. ഇതിൽ തന്നെ മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റി ലിവർ ഡിസീസ് ആണ് ഏറ്റവും സാധാരണമായ ഫാറ്റി ലിവർ ഡിസീസ്. ഇതിനെ മുൻപ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് വിളിച്ചിരുന്നത്. എന്തൊക്കെയാണ് ഫാറ്റി ലിവർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? ഫാറ്റി ലിവർ രോഗം സാധാരണയായി രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നില്ല. ലക്ഷണങ്ങൾ ഉള്ള ആളുകൾക്ക് ഇവ ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ഷീണം അല്ലെങ്കിൽ പൊതുവെ സുഖമില്ലായ്മ തോന്നുക, വയറിന്റെ മുകളിൽ വലതുഭാഗത്ത് വേദനയുളവാക്കുക, ഭാരം കുറഞ്ഞതായി ഫീൽ ചെയ്യുക. ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയർ നന്നായി വീർത്തിരിക്കുന്നത്, ചതവ്, മഞ്ഞപ്പിത്തം അതായത് കണ്ണുകളുടെയും ചർമ്മത്തിലെയും മഞ്ഞ നിറം, അതുപോലെ തന്നെ യൂറിൻ കളറ് ചേഞ്ചായി ഇരുണ്ട നിറമാകുക, അമിതമായ വയറുവേദന ഉണ്ടാവുക, നോസിയ, വോമിറ്റിംഗ്, ശരീരഭാരം കുറയുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. നിങ്ങൾ ഗ്രേഡ് 1 ഫാറ്റി ലിവറിനെ കൊണ്ടും ഗ്രേഡ് 2 ഫാറ്റി ലിവറിനെ കൊണ്ടും കേട്ടിട്ടുണ്ടാകും. ഗ്രേഡ് 1 ഫാറ്റി ലിവറിൽ നേരിയ കൊഴുപ്പ് അതായത് 33% താഴെയും ഗ്രേഡ് 2 ഫാറ്റി ലിവറിൽ മിതമായ കൊഴുപ്പ് അതായത് 33% മുതൽ 66% വരെയാണ് കാണപ്പെടുന്നത്. ഗ്രേഡ് 1 ഫാറ്റി ലിവറിൽ സാധാരണയായി ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. മറ്റു പരിശോധനകൾ ചെയ്യുന്ന സമയത്താണ് ഇത് കണ്ടെത്തുന്നത്. എന്നാൽ ഗ്രേഡ് 2 ഫാറ്റി ലിവറിലാണെങ്കിൽ കരൾ കോശങ്ങളിൽ വീക്കം ഉണ്ടാകുന്നത് വഴി ലക്ഷണങ്ങൾ കാണിക്കും. ഈ അവസ്ഥകൾ യഥാക്രമം ചികിത്സിച്ചില്ല എങ്കിൽ ഗ്രേഡ് 3 അതായത് ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ഫാറ്റി ലിവറിന്റെ ചില അപൂർവ കാരണങ്ങൾ പരിശോധിക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം, ചില മരുന്നുകൾ, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അതായത് PCOS എന്നിവ. ചിലരിൽ ഗർഭകാലത്തും ഫാറ്റി ലിവർ ഉണ്ടാകാം. അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി എന്നത് അപൂർവ സങ്കീർണതയാണ്. ഇത് 3ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ ജനനത്തിന് തൊട്ടു പിന്നാലെയോ സംഭവിക്കാം. ഫാറ്റി ലിവർ ഡിസീസ് എങ്ങനെ നിർണ്ണയിക്കും? ഫസ്റ്റ് വൺ ബ്ലഡ് ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ബിലിറുബിൻ ടെസ്റ്റ്, ആൽബുമിൻ ടെസ്റ്റ്, ലിപ്പിഡ് പാനൽ എന്നീ ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ സ്കാനുകൾ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ലിവർ ബയോപ്സി ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഇത് എത്രമാത്രം കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്ന് കാണാൻ സഹായിക്കും. ഇനി ലിവർ രോഗത്തിന് എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് എന്ന് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കുക, ഭാരം കുറയ്ക്കുക, പതിവായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക, രക്തത്തിലെ പഞ്ചസാര അതായത് ഗ്ലൂക്കോസ് നിയന്ത്രിക്കുക, ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക, കരളിനെ ബാധിക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, മദ്യം അല്ലെങ്കിൽ പുകവലി എന്നിവ ഉപേക്ഷിക്കുക. ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് മദ്യം ഉപേക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഫാറ്റി ലിവറിന്റെ എക്സാക്ട് കോസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടറെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഫാറ്റി ലിവർ ഡിസീസ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെർട്ടൈൻ ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്, അതുപോലെ തന്നെ കിഡ്നി ഡിസീസസ്. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലിവർ സിറോസിസിനും വഴിവെച്ചേക്കാം. അതുകൊണ്ട് തന്നെ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ആരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിരിക്കുന്ന ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. അതുപോലെ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുക. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.